അങ്ങനെ ഈ സാധനം പ്രസൻറ്റ് ചെയ്തിട്ടും സത്യം പറഞ്ഞാൽ പ്രൊഫസർമാർക്കൊരു ധാരണ കിട്ടുന്നില്ല. വൈസ് ചാൻസലറെ സംബന്ധിച്ചോ അദ്ദേഹത്തിനും ഇതൊരു വിശ്വാസ്യത കുറവുണ്ടായിരുന്നു. എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലഷും മറ്റു വെള്ളങ്ങളൊക്കെ കളഞ്ഞിട്ടെടുത്ത് അതിനെ ഉണക്കി വേറെ ഒരു കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് കളറടിക്കും. കളറടിച്ചിട്ട് ബാഗ്, മാറ്റ്, പാവാട, അതേമാതിരി ഫ്രോക്കൊക്കെ ഇങ്ങനെ രൂപത്തിലിങ്ങനെ നിൽക്കുക പൊന്തി നിൽക്കുന്ന ടൈപ്പായിട്ടൊക്കെ ഈ ബനാന ഫൈബർ കൊണ്ടാണ്. അതുപോലെ ഹെൽമെറ്റൊക്കെ സാധാരണ ഈ ഗ്ലാസ് ഹോൾ ഉപയോഗിച്ച് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് വിശ്വാസ്യത ഇതിൽ നിന്നൊക്കെ വാഴനാരിനൊക്കെ എങ്ങനെ ഫൈബർ ഉണ്ടാക്കാന്നുള്ളൊരു സംശയം ഉണ്ടാവും. മെക്കാനിക്കലി എക്സ്ട്രാക്ട് ചെയ്തതാണ്. ഇത് ഒന്നുകൂടെ നല്ല ഫൈബറാണ്. ഇത് മാനുവലായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ സാധാരണ ഒരു കമ്പിൻ്റെ മേലെ വല്ല കത്തി എന്തെങ്കിലും വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ടോക്ക് വിത്ത് ടാലൻസിൽ പ്രകൃതിദത്ത ഫൈബർ ഷീറ്റ് രൂപകൽപ്പന ചെയ്ത് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള എടപ്പാൾ ഉദിനിക്കര സ്വദേശി ഉണ്ണിയേട്ടനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഉണ്ണിയേട്ടൻ പോളിടെക്നിക് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് വിരമിച്ച് വന്നതിന് ശേഷം എന്താ പറയുക, ഈ ഒരു രീതിയിലേക്കുള്ള ഒരു ഫൈബർ ഷീറ്റ് പ്രകൃതിദത്തമായിട്ട് ഉണ്ടാക്കുന്നത് എന്താണ് ആ ഒരു കൺസെപ്റ്റ്? നമ്മുടെ പ്രേക്ഷകർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇതിലൊന്ന് പറയാനുള്ളത്, ഞാൻ പോളിടെക്നിക് പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോഴാണ് എനിക്കിതിൻ്റെ ഐഡിയ കിട്ടുന്നത്. ഞാൻ 2013 മീനങ്ങാടി പോളിടെക്നിക്കിൽ ട്രാൻസ്ഫർ ആയി ചെന്നപ്പോൾ അവിടെ MHRDയുടെ കീഴിൽ സാധാരണക്കാർക്ക് ജാതി മതഭേദമന്യേ സ്വയം തൊഴിൽ പഠിപ്പിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീം. അതിൻ്റെ കീഴിൽ അവിടെ വയറിങ്, ടൈലറിങ്, കമ്പ്യൂട്ടർ കോഴ്സുകൾ, ഇങ്ങനെ സ്വയം തൊഴിലുള്ള മറ്റു കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു വർഷത്തോളം 1200ഓളം സാധാരണക്കാർക്ക് സ്വയം തൊഴിൽ പഠിപ്പിച്ചിരുന്ന സംരംഭമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ബനാന ഫൈബറിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഞങ്ങളെ ഒരാളെ സമീപിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് കൊടുക്കാൻ ആൾ ഏറ്റെടുക്കുകയും അങ്ങനെ ഒരു 6 മാസക്കാലുള്ള ഒരു ട്രെയിനിങ്ങാണ് ഞങ്ങളവിടെ തുടങ്ങിയത്. അപ്പോൾ അതിന് ധാരാളം ഈ ബനാന ഫൈബർ, വാഴനാര് കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ ഇഷ്ടംപോലെ വാഴകൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് വയനാട്. നിലമ്പൂരും വയനാട് എന്നൊക്കെയാണ് നമ്മളെ ഈ ഏരിയയിലേക്കൊക്കെ പഴം വരുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അവിടുത്തെ ഈ വാഴച്ചണ്ടികളിൽ നിന്ന് ഫൈബർ നമ്മൾ മാനുവലായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലഷും മറ്റു വെള്ളങ്ങളൊക്കെ കളഞ്ഞിട്ടെടുത്ത് അതിനെ ഉണക്കി വേറെ ഒരു കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് കളറടിക്കും. കളറടിച്ചിട്ട് ബാഗ്, മാറ്റ്, അതുമാതിരി ഫയലുകളൊക്കെ ഉണ്ടാക്കുന്ന തൊപ്പി, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ഈ പദ്ധതി വളരെ രസകരമായി തോന്നി. അങ്ങനെയാണ് ഇതിൻ്റെ വേറെ ഇതിനെ കൊമേഴ്സ്യലാക്കി മാറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ആലോചിച്ചത്. അതിൻ്റെ ശേഷം ഞാൻ PhD ചേർന്നു 2016 ഡിസംബറിൽ. ഇപ്പോൾ 2017 മുതൽ ഈ ബനാന ഫൈബറിന് മാത്രം എനിക്ക് അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ വേറൊരു ഫൈബറും കൂടെ ചേർക്കണം ധാരണയിലാണ്. അപ്പോൾ ബനാന ഫൈബറിന് ശരിക്കും എനിക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു, അതിനെങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത് പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ പോത്തീസിൽ എന്നാൽ ബനാന ഫാബ്രിക്സ് എന്നൊരു സെക്ഷൻ തന്നെ ഉണ്ട്. ഇഷ്ടംപോലെ സാരികളും ഷർട്ടുകളും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. ഒരു സെക്ഷൻ തന്നെ ബനാന ഫാബ്രിക്സിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് മുന്നേ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഏരിയയിൽ ഞാൻ ടൂളേണ്ടയിൽ ലെക്ചറായിരിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ബാംഗ്ലൂർ, കർണാടക, ഇവിടെ തമിഴ്നാട്, കേരളത്തിലൊക്കെ ഒരുപാട് ഇൻഡസ്ട്രികൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടൊക്കെ പണ്ട് ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതിൻ്റെ പരസ്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തു. എനിക്ക് വളരെ ഇൻട്രസ്റ്റീവായി തോന്നി. അങ്ങനെയാണ് ഞാനൊരു വേറൊരു ഫൈബറിനെ പറ്റി ചിന്തിച്ചത്. അങ്ങനെ ഫൈബറിനെ പറ്റി ചിന്തിച്ചപ്പോൾ പ്രൊഫസർമാർ പലതിനും അംഗീകാരം തരാതെ ആയിരുന്നു. വിശ്വാസ്യത ഇതിൽ നിന്നൊക്കെ വാഴനാരിനൊക്കെ എങ്ങനെ ഫൈബർ ഉണ്ടാക്കാന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് കുറേ കാലങ്ങളായിട്ട് 1000ഓളം ഈ ബനാന ഫൈബർ തീസിസുകൾ, റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പലരും പല രൂപത്തിൽ. അതിന് മേലെ ഗ്രാസ്, അതുമാതിരി നമ്മളെ തെങ്ങിൻ്റെ ഓലയുടെ നാരുകൾ, അങ്ങനെ കരിമ്പനയുടെ നാരുകൾ, അങ്ങനെ കൈത്ത് നാരുകൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് ബനാന ഫൈബറിൻ്റെ വേറെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കൊമേഴ്സ്യലായിട്ട് പലതും ഉപയോഗിക്കാൻ പറ്റില്ല. ബനാന ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മീനങ്ങാടി പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ 75 രൂപയ്ക്ക് ഈ സാധാരണക്കാരുടെ അടുത്ത് ഇങ്ങനത്തെ ഈ ബനാനയുടെ ബാഗും സാധനങ്ങളൊക്കെ ഇയാൾ ഉണ്ടാക്കി മേടിച്ചിട്ട് 600 രൂപ 800 രൂപക്കൊക്കെ പുറം രാജ്യങ്ങളിൽ ജർമ്മനി, ജപ്പാനിൽ കൊണ്ട് വിൽക്കുകയാണ്. അപ്പോൾ ചില ഈ നമ്മൾ കല്യാണം കഴിഞ്ഞ റിസപ്ഷനൊക്കെ ചില പിള്ളേരെ കിട്ടുന്നതാണ് അങ്ങനെ ഇതൊക്കെ എന്താ പറയുക, പാവാട, അതേമാതിരി ഫ്രോക്കൊക്കെ ഇങ്ങനെ
രൂപത്തിൽ ഇങ്ങനെ നിൽക്കുക പൊന്തി നിൽക്കുന്ന ടൈപ്പായിട്ടൊക്കെ ഈ ബനാന ഫൈബർ കൊണ്ടാണ്. സാധാരണ തുണി കൊണ്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോസ്റ്റ്ലിയാണ്. ഒരു പ്രാവശ്യം മമ്മൂട്ടിയേറ്റം ധരിച്ച ഒരു ഷർട്ടിന് 50,000 രൂപയുടെ വില. അത്രയധികം കോസ്റ്റ്ലിയ സാധനമാണ്. അങ്ങനെ എനിക്ക് മീനങ്ങാടി പോളിടെക്നിക്കിൽ ഈ കിട്ടിയ ഐഡിയ ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ് അവസാനം ഞാനൊരു ഒരു കൺക്ലൂഷൻ എത്തിയത്. എൻ്റെ നാട്ടിൽ ചെറുപ്പത്തിൽ അവിടെ ഈ കക്കുംകായ, അത് പരണ്ടവള്ളി എന്ന് പറയുന്നതിൻ്റെ വള്ളി പടർത്തിയിരുന്നു എൻ്റെ മുത്തശ്ശൻ. അപ്പോൾ അവിടെ ഒരു മാവിൻ്റെ വില വളർത്തുന്നതും അത് ഈ തുലാമാസ വാവിൻ്റെ സമയത്ത് കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുപോയി വിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരീരത്ത് ഉരക്കുന്നതിനും മാത്രമല്ല കുറച്ച് സ്മോക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. വെച്ചാൽ ഒരു ഹാംഫുൾ ഐറ്റം അല്ല. ഈ കക്കുംകായുടെ ഒരു പേരാണ് എന്തട രീതി. ഹെൻഡ്രിക് എന്തട രീതി എന്ന് പറയുന്ന ആൾ 16-ാം നൂറ്റാണ്ടിൽ കൊച്ചിൻ ഗവർണറായിരിക്കുമ്പോൾ കണ്ടുപിടിച്ച സാധനമാണ്. അതുകൊണ്ടാണ് അയാളുടെ പേരിൻ്റെ കൂടെയാണ് അതിൻ്റെ പേരാണ് ഈ എന്തട രീതി എന്നുള്ളത്. ഹെൻഡ്രിക് എന്തട രീതി എന്നുള്ള ആൾ അത് കൊച്ചിൻ ഗവർണറായിരുന്നു. ഇതിൻ്റെ ഒറിജിൻ കിടക്കുന്നത് മലബാർ റീജിയനാണ്. ഇത് ലോകത്ത് ആദ്യം കണ്ടുപിടിച്ചത് മലബാർ ഏരിയയിൽ നിന്ന് തന്നെയാണ് അയാൾ. അങ്ങനെ ഈ സാധനത്തിൻ്റെ ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ നശിച്ചു പോയിരിക്കുന്നു. പറമ്പൊക്കെ വെട്ടി പലർക്കും പാർട്ടിഷനൊക്കെ നടത്തിയേക്കുമ്പോൾ ഈ സാധനമൊക്കെ പോയി. അങ്ങനെ തൃത്താല ഭാഗത്ത് നിന്ന് എൻ്റെ പെങ്ങളവിടെ കൊണ്ടുപോയിട്ടുണ്ട്. പെങ്ങൾ ആ സാധനം ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ സംഘടിപ്പിച്ചിട്ട് തന്നു അവിടെ നിന്ന് അളിയൻ. അങ്ങനെ ഈ സാധനം പ്രസൻറ്റ് ചെയ്തിട്ടും സത്യം പറഞ്ഞാൽ പ്രൊഫസർമാർക്കൊരു ധാരണ കിട്ടുന്നില്ല. വൈസ് ചാൻസലറെ സംബന്ധിച്ചോ അദ്ദേഹത്തിനും ഇതൊരു വിശ്വാസ്യത കുറവുണ്ടായിരുന്നു. അങ്ങനെ ഈ സാധനം ഞാൻ ഈ ഫൈബറാക്കി മാറ്റി പ്രസൻറ്റ് ചെയ്ത് ആദ്യത്തെ ടെസ്റ്റ് നടത്തിയിട്ടാണ് എനിക്ക് 1.5 വർഷത്തിനുള്ള അംഗീകാരം തന്നത് ഇത് നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത്തരത്തിലൊരു പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാബ്രിക്കേഷനാണ്. ഫാബ്രിക്കേഷൻ ഹാൻഡ് ലേപ്പ് മെത്തേഡ് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആ പ്രോസസ്സ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ മെറ്റീരിയൽസ് ചേർക്കുന്നതൊക്കെ ഇവിടെ ഉണ്ട്. ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. അവിടെ ഉണ്ട് സാധനം. ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതിൻ്റെ ടെസ്റ്റ് എടുത്തിട്ട് മറ്റുള്ള മെറ്റീരിയലിനേക്കാൾ കൂടുതൽ ബെൻഡിങ് ടെസ്റ്റും അതേമാതിരി ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടുതലാണ്, ഹാർഡ്നെസ് ടെസ്റ്റും കൂടുതലാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷേ ഹാർഡ്നെസ് ടെസ്റ്റ് കൂടുതലാണെന്ന് ഞാൻ പ്രവചിച്ചിട്ടുണ്ടെങ്കിലും അന്ന് എനിക്ക് ഹാർഡ്നെസ് ടെസ്റ്റ് ഞാൻ നടത്തിയിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫസർ കിടക്കുന്നത് ഇപ്പോൾ പ്രിൻസിപ്പൽ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളാണ്. ഇപ്പോൾ എൻ്റെ ഗൈഡ് എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലറാണ്. അദ്ദേഹം പ്രിൻസിപ്പൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറാണ്. അതേ പറഞ്ഞ് ഹാർഡ്നെസ് ടെസ്റ്റ് നടത്തണമെന്ന്. അങ്ങനെ ഹാർഡ്നെസ് ടെസ്റ്റ് നടത്തി. പിന്നെ സം ടെസ്റ്റ് നടത്തുന്നത് സം എന്ന് പറഞ്ഞാൽ സ്കാനിങ് അൾട്രോസ്കോപ്പിക് ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മൈക്രോസ്ട്രക്ചർ മുഴുവൻ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത്, കാൽസ്യം, ക്ലോറിൻ, കാർബൺ, ഓക്സിജൻ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ, പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ മേലെ എഴുതി വെച്ചുള്ള ഓരോന്നിൻ്റെയും ഞാൻ ഓരോ ടെസ്റ്റിനും 3 സാമ്പിൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എഫ് എന്ന് പറയുന്നത് ഇതിൽ ആദ്യം കാണിക്കുന്നത് ഫ്ലക്ചറൽ ടെസ്റ്റാണ്. 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാമ്പിൾ. 8 എന്ന് പറഞ്ഞാൽ 64% ഹാർഡ്നർ ഉപയോഗിച്ചുള്ളത്. ഇതിൽ ബി എന്ന് പറഞ്ഞാൽ ബനാന ഫൈബർ, പി എന്ന് പറഞ്ഞാൽ എന്തട രീതി ഫൈബർ, എന്ന് വെച്ചാൽ പരണ്ടവള്ളിയുടെ ആദ്യത്തെ അക്ഷരം. രണ്ടാമത്തെ ബി എന്ന് പറയുന്നത് ബനാന ഫൈബർ. അപ്പോൾ ഡബിൾ ലെയർ ബനാന ഫൈബർ, സിംഗിൾ ലെയർ എന്തട രീതി ഫൈബർ, 64% ഹാർഡ്നെസ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ പലതിനുണ്ട്. 5 ഉണ്ട്, 3 ഉണ്ട്. ഈ 8 എന്ന് പറയാൻ കാരണം 8 യൂണിറ്റിൻ്റെ ഒരു ജാറാണ് ഞാൻ അതിൻ്റെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 8 × 8 64, അങ്ങനെ 64 യൂണിറ്റ്. ഇവിടെ 5 കാണാം. 5 × ഇത് അവിടെ കാണുന്നുണ്ട്. 5 × 8 40% ഹാർഡ്നർ ഉപയോഗിക്കുന്നത്. 3 കാണാം. 3 × 4 24% ഹാർഡ്നർ. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോൾ 45% കൂടുതൽ ഹാർഡ്നർ ഉപയോഗിക്കരുത്. പിന്നുള്ളത് വളരെ ഹാർഡായി പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റുകൾ അതേ ഉപയോഗത്തിന് കിട്ടില്ല. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇതിൻ്റെ ഈ ലെവലിൻ്റെ താഴെയും അതിന് മേലെയും എടുത്തത്. അതായത് 45-ൻ്റെ താഴെ 24% എടുത്തു, 45 മേലെ ഞാൻ 64% എടുത്തു, 40% മേലെ 64% എടുത്തു. അങ്ങനെ എടുത്ത് ഞാൻ സെലക്ട് ചെയ്തു. ഈ ചോദ്യങ്ങൾ പല സ്ഥലത്തും എന്നോട് പ്രൊഫസർമാർ ചോദിച്ചില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഈ ഡീറ്റെയിൽസ് മുഴുവൻ എനിക്ക് കിട്ടിയത് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഹാൻഡ് ബുക്ക് ഓഫ് പോളിമർ എഞ്ചിനീയേഴ്സ് എന്നുള്ള ബ്രിട്ടീഷ് ഫെഡറേഷൻ ഓഫ് പ്ലാസ്റ്റിക്സ് അവരുടെ ബുക്ക് റെഫർ ചെയ്തിട്ടാണ്. മാത്രമല്ല കുറേ ഇൻഡസ്ട്രികൾ ഞാൻ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രികൾ സന്ദർശിച്ചു. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി പോളിടെക്നിക്കിൽ പോളിമർ ടെക്നോളജി എന്നൊരു വിഭാഗമുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരെ കണ്ടു ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഞാൻ അവിടുന്ന് പഠിച്ചു. മാക്സിമം എത്ര കണ്ട് ഹാർഡ്നർ ചേർത്താൽ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപയോഗത്തിനുള്ള സ്ട്രെങ്ത് കിട്ടുന്നുള്ളതും അവിടുന്ന് പഠിച്ചു. അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ ലെവലിൽ മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. കാരണം ഇതൊക്കെ ഓൾറെഡി നിലവിലുണ്ട്.
എല്ലാ കേസുകളും നമ്മളെ ജേണലുകൾ തപ്പിയാൽ കിട്ടും. എല്ലാ ഇൻഡസ്ട്രികളും ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലേറ്റവും കൂടുതൽ ഗുണകരമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഡീഗ്രഡേഷനാണ് ഇതിലേറ്റവും പ്രധാനം. സാധാരണ സിന്തറ്റിക് പ്ലാസ്റ്റിക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഫൈബർ പോളിമർ കോമ്പോസിറ്റ് ഉപയോഗിക്കുന്നത്. അത് മണ്ണിനോട് ചേരാൻ 10 മുതൽ 600 കൊല്ലം വരെ എടുക്കും. ഈ വക ഡീറ്റെയിൽസ് മുഴുവൻ സസ്റ്റൈനബിൾ എനർജി സോഴ്സ് എന്നുള്ള ജേണലിൽ നിന്ന് കിട്ടും. നമ്മളൊന്നും എങ്ങോട്ടും പോകേണ്ട, എല്ലാം നമുക്ക് ഓൾറെഡി ഇൻ്റർനാഷണൽ ജേണലിൽ തപ്പിക്കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും. ഒരുപാട് ജേണലുകളുണ്ട്, ഗൂഗിൾ തപ്പിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എല്ലാം, നമുക്കെല്ലാ ഡീറ്റെയിൽസും കിട്ടും. പക്ഷേ ഇത് നമ്മൾ തിരയുക, കണ്ടുപിടിക്കുക, നമുക്ക് ഉപയോഗമുള്ളത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനം. ഞാനൊരു 126ഓളം ജേണലുകൾ അത്യാവശ്യം വായിക്കുകയും ചെയ്തു, സെർച്ചും ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങനൊരു കൺക്ലൂഷനിൽ എത്തിയത്. ഇപ്പം ഇങ്ങനത്തെ ഈ സാധാരണ സിന്തറ്റിക് പോളിമർ കോമ്പോസിറ്റ് സിന്തറ്റിക് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മറൈൻ എൻവയോൺമെൻറ്റിലാണെങ്കിൽ 350 കൊല്ലത്തിനുള്ളിൽ മണ്ണിനോട് ഡീഗ്രേഡ് ചെയ്യും. മറൈൻ എന്ന് പറഞ്ഞാൽ കടൽവക്കത്തെ കുഴിച്ചിടുന്നത്. ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം കഴിഞ്ഞാൽ ഈ സാധനം കുഴിച്ചിടുന്നത് മറൈൻ എന്ന് വെച്ചാൽ ഉപ്പുവെള്ളം ഭാഗമുള്ള ഏരിയയിലാണ്. വലിയ കോൺക്രീറ്റിൻ്റെ ടാങ്ക് ഉണ്ടാക്കിയാലാണ് റേഡിയേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അത് കുറേ കഴിഞ്ഞാലേ പോവുള്ളൂ. അതേമാതിരി ഈ പ്ലാസ്റ്റിക്സിൻ്റെ ഒരു 10 മുതൽ 20% വരെ കടലുകളും ഈ വെള്ളത്തിലാണ് ചെന്ന് ചേരുന്നത്. കാരണം ആൾക്കാർ വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. കാരണം 3/4 ഭാഗം ഭൂമിയുടെ 3/4 ഭാഗം വെള്ളത്തിലാണ്, 3/2 ഭാഗം വെള്ളത്തിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നമുക്കറിയാം. അതെവിടെ തപ്പിയാലും. എന്നാൽ പുറം രാജ്യങ്ങളിലൊക്കെ ഇതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പ്ലാസ്റ്റിക്സ് വലിച്ചെറിയാതെ സൂക്ഷിക്കുന്നതിനൊക്കെ. ഞാൻ കുറച്ച് പിന്നെ ഒരു സൂര്യോപ്പൺ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ, ഒരു 10 മുതൽ 21 വരെ. അപ്പോൾ നമ്മൾ കണ്ടത് ഒരുപാട്. നമ്മളെ രാജ്യത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളെ സാഹചര്യങ്ങളും സിറ്റുവേഷനും സാമ്പത്തികമൊക്കെയാണ് നമ്മളതിനെ ഭംഗിയാക്കി തീർക്കുന്നത്. എത്ര സമയം എടുക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ? ഇതൊന്നും അധികം സമയം വേണ്ട ഉണ്ടാക്കുന്നതിന്. അതായത് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. വെയിലത്ത് വെക്കുകയാണെങ്കിൽ നിർക്കം പറഞ്ഞാൽ 3 മണിക്കൂറിൽ നമുക്കിതിനെ മാറിക്കിട്ടും. ഇതിനാദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ റെസിൻ, അതുമാതിരി ഹാർഡനർ, കാറ്റലിസ്റ്റ്, ആക്സിലേറ്റർ ഇതെല്ലാം ചേർത്ത്, പിന്നെ വേറൊരു സംവിധാനം കൊണ്ട് അതുകൂടെ ചേർത്തിന് നമ്മൾ മിക്സ് ചെയ്ത് അത് 5 മിനിറ്റുള്ളിൽ വേണം. അത് നമ്മൾ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് വെച്ച്, അതായത് ഈ കാറ്റലിസ്റ്റ് കൊടുക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് കൂടുതൽ സമയം വേണോ കുറവ് സമയം വേണോ നമുക്കറിയാൻ പറ്റും. അത് ഞാനവിടെ ചെയ്തുകൊണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോഴും ക്യൂറാവാത്ത എന്ന് വെച്ചാൽ 1 വർഷം വരെ ക്യൂറാവാത്ത സാധനം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ ഇപ്പോൾ കാണിച്ചു തരാം, ഞാൻ ഇതിനുള്ളിൽ കാണാം നിങ്ങൾക്ക്. ഇങ്ങനെ അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം വെയിലത്ത് വെച്ച്, ആ വെയിലത്ത് വെച്ചതിൻ്റെ ശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മനെ എടുത്തിട്ട് 50 ഡിഗ്രിയിൽ ഹോട്ട് എയർ ഓവനിൽ, കട്ട് ഓഫ് ഓവനിൽ വെക്കണം. അതിൻ്റെ സംവിധാനം ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തുണ്ടായിരുന്നു. MT പോളിടെക്നിക്കിലും പല സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 16 മണിക്കൂർ കണ്ടിന്യൂസ് ആയി വെക്കണം. അത് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡാവും. പിന്നെ അറ്റ്മോസ്ഫിയർ കൂളിങ്ങിന് വേണ്ടി നമ്മൾ പുറത്ത് 2 ആഴ്ച വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേമാതിരത്തെ പ്രൊഡക്റ്റ് നമുക്ക് കൈമൊന്നും ഒട്ടാതെ ക്ലിയർ ആയിട്ട് കിട്ടും. ഏത് തിക്നെസ്സിലുള്ളത് എത്ര കനം കുറഞ്ഞ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു പഠനം എന്നുള്ളതിനപ്പുറത്തേക്ക് കൊമേഴ്ഷ്യലായിട്ട് എന്തെങ്കിലും, അതാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ സക്സസ് ആവാൻ കുറച്ച് സമയമെടുക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ വിഭാഗത്തിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏത് രീതിയിൽ? ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് അടിക്കുക, ഹൈ ടെൻഷൻ വോൾട്ടേജിൻ്റെ എല്ലാ പാക്കിംഗ് പീസുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റും, തെർമൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കാം, ഇത് ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഹെൽമെറ്റൊക്കെ സാധാരണ ഈ ഗ്ലാസ് ഹോൾ ഉപയോഗിച്ച് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് ഞങ്ങളൊക്കെ ഇപ്പോഴല്ല. ഞാൻ 92 to 97 വരെ CPT സെൻട്രൽ പോളിടെക്നിക് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തത്. അവിടെ ഒരു ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റ് പോളിമറുണ്ട്. അവിടെ ഈ സാധനം ഹെൽമെറ്റ്, കുട്ടികൾക്ക് ഹെൽമെറ്റിൻ്റെ ആവശ്യങ്ങളെന്ന് ശരിക്കും വന്ന് നോക്കുമ്പോൾ വലിയ ഹെൽമെറ്റ് വേണം നിർബന്ധമായി നോക്കുമ്പോൾ അവിടെ തന്നെ ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് വെറും 50 രൂപയ്ക്ക്. ഇതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഈ ഷീറ്റ് ഉണ്ടാക്കി ഉണങ്ങാനായിട്ട് മുന്നേ ഒരു ഡൈയുടെ മേലെ വെച്ച് ഒരു ഹെൽമെറ്റിൻ്റെ രൂപത്തിൽ വെച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ട്രിം ചെയ്തെടുത്ത ഹെൽമെറ്റായി പിന്നെയുള്ള ഈ ഭംഗി കാണുന്നതൊക്കെ പിറ്റാൻ വെക്കുന്ന സാധനങ്ങളാണ്. ബീഡിങ് വെക്കുന്നു, ഉള്ളിൽ ഷീറ്റ് വെക്കുന്നു, തെർമലിൻ്റെ ഹീറ്റ് വെക്കുന്നു, സ്പോഞ്ച് വെക്കുന്നു, ഇവിടെ ബീഡി വെക്കുന്നു, ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നതൊക്കെ അഡീഷണലാണ്. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ബിസ് ഇപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ തലക്ക് അനുയോജ്യമായ, ഇപ്പോൾ നമ്മൾ ചെരുപ്പ് ഇടുമ്പോൾ ഉണ്ടല്ലേ 7 സൈസ്, 8 സൈസ്, 9 സൈസ് എന്ന മാതിരി ഓരോ തലക്ക് അനുയോജ്യമായ, ലേഡീസിന് വേറെ ജെൻസിന് വേറെ എന്നുള്ളത്, അങ്ങനെ അനുയോജ്യമായ ഹെൽമെറ്റ് നമുക്ക് ഈ കവർ ഉണ്ടാക്കിയെടുക്കാൻ ഇതൊക്കെ പറ്റും, എല്ലാം പറ്റും. ഇതിനത്ര സ്ട്രെങ്ത് ഉണ്ട്. മറ്റുള്ള നാച്ചുറൽ പോളിമർ കോമ്പോസിറ്റിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള സാധനമാണിത്. ഇതൊരു സാധനം പിടിച്ചു നോക്കിയാൽ അതിനറിയാൻ പറ്റും. അത്ര ഹൈറ്റാണിത്, അത്ര ബലമുള്ള സാധനങ്ങളാണ്. ഏത് തിക്നെസ്സിലും നമുക്കുണ്ടാകും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ യന്ത്രാരീതി ഫൈബർ കാണുന്നത്, ഇത് ബനാന ഫൈബർ, ഇതൊക്കെ നമ്മൾ മാനുവലായി ഉണ്ടാക്കിയതാണ്. ഇത് ഓരോന്നും എടുക്കുന്നതിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ യന്ത്രരീതി ഫൈബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 3 വർഷത്തിനുള്ള 75 മീറ്ററോളം ഹൈറ്റ് വരും. അത് ഒരു 400 mm വരെ വണ്ണം വരും. അതിൻ്റെ ഓരോ ലെയർ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴും ഓരോ ടൈപ്പ് തിക്നെസ്സാണ് കിട്ടുക. ഈ തിക്നെസ്സിൽ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ അടിപൊളി ഫൈബറായി. പിന്നെ എന്തിനുപയോഗിക്കണമെന്നനുസരിച്ച് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ സിന്തറ്റിക് പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നതിന് പകരമെല്ലാം ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇത് ഡീഗ്രേഡേഷൻ വളരെ എളുപ്പവുമാണ്. ഇപ്പോൾ ഈ നാച്ചുറലിന് സൗഹൃദമായിട്ടുള്ള, പ്രകൃതിക്ക് സൗഹൃദമായിട്ടുള്ള ഒരു ഫൈബർ സൃഷ്ടിച്ചെടുക്കാൻ ഇത് ധാരാളം. പിന്നെ മറ്റുള്ള ഫൈബർ പോളിമറിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് കൂടുതലാണെന്നുള്ളത് ഞാൻ ടെസ്റ്റിൽ തെളിഞ്ഞു കഴിഞ്ഞു. പിന്നീടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കാനിങ് അൾട്രാ മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത് സീമെറ്റ് എന്നാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തൃശ്ശൂർ അത്താണിയിലൊരു സെൻറ്റർ ഫോർ മെറ്റീരിയൽ ഫോർ ഇലക്ട്രോണിക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവിടെ നിന്നാണ്. അവിടെ ഓരോ ടെസ്റ്റിനും 4500 രൂപ വില. പിന്നെ ഞാനൊരു സ്റ്റുഡൻ്റ് എന്ന രൂപത്തിൽ അവിടെ ആയതുകൊണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലെറ്റർ കിട്ടിയോണ്ട് പകുതി 50% നമുക്ക് തരും. ഇനിയിപ്പോൾ അത് പറ്റില്ല, കാരണം എൻ്റെ കഴിഞ്ഞു. ഇനി നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കണം. മറ്റ് ടെസ്റ്റുകളൊക്കെ നടത്തിയത് ഓരോണത്തിന് 630 രൂപയാണ് വില. ഒരു 57 ടെസ്റ്റ് എങ്ങനെ നടത്തി. ഇപ്പോൾ അവസാനം നടത്തിയ 2-3 ടെസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഫെയിലിയർ ആയിരുന്നു. അത് ഞാൻ ഉപയോഗിച്ച സാധനം നിലവിലുള്ള ഈ പ്ലാസ്റ്റിക് കവറുകളെ ഇൻ്റർലോക്കാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴും ഇൻ്റർലോക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട് പല കമ്പനികളും. പക്ഷേ ആ ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ഉരുക്കിയിട്ടോ ആണ് വരുന്നത്. നമ്മളിതൊന്നും ഇല്ലാതെ കെമിക്കൽ ഉപയോഗിച്ച് തന്നെ ടോക്സിക് ഫ്യൂംസോ അങ്ങനെ ഒരു സാധനം പുറത്തേക്ക് വരാതെ ചെയ്യാമെന്നുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലം വരെ ഹരിതകർമ്മസേനയ്ക്ക് സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക്സിൻ്റെ ഞാൻ വളരെ കുറച്ച് ഭാഗങ്ങളെ കൊടുത്തിരുന്നുള്ളൂ. കുറച്ച് ഭാഗങ്ങൾ എനിക്ക് യോജ്യമായ സാധനങ്ങൾ ഞാനിവിടെ വെക്കായിരുന്നു. ടെസ്റ്റ് എടുത്താകുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്, ഈ ഇൻ്റർലോക്കിൻ്റെ അത്ര തന്നെ സ്ട്രെങ്ത് വേണം നമുക്ക്. കാരണം ലോറികളും 10 ടണ്ണും 20 ടണ്ണും 50 ടണ്ണൊക്കെ ലോറി പോകുന്നതാണ്, ലോഡ് വരുന്നതാണ്. അപ്പോൾ അത്രയും സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ നിലവിലുള്ളത്. ഇതിൻ്റെ പേരിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയുള്ളത്. ഒന്നാമത് കുറേ കാലത്തൊരു കഷ്ടപ്പാടായിരിക്കും അല്ലേ? കഷ്ടപ്പാട് 7 വർഷത്തോളം. 2016 രജിസ്റ്റർ ചെയ്ത് 2017 മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 2024 സത്യം പറഞ്ഞത് അവസാനിച്ചത്. എനിക്ക് ബുദ്ധിമുട്ടോ ഈ പേപ്പറുകൾ ഇൻ്റർനാഷണൽ ജേർണലിൽ പബ്ലിഷ് ചെയ്യാൻ എനിക്ക് ചിലവൊക്കെ വളരെ കുറവായിരുന്നു. കാരണം എൻ്റെ ഈ പുതിയ സംരംഭം ആയതുകൊണ്ട് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് പൈസ ചിലവ് ഉണ്ടായിട്ടില്ല. അതാണ് അതുകൊണ്ടൊരു പുതിയൊരു ഐഡിയ നമുക്ക് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ 1,20,000, 1,20,000, 1,80,000, 2 ലക്ഷം 2.5 ലക്ഷമൊക്കെയാണ് ജേർണലിൽ ഒരു മാസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യാനുള്ള കോസ്റ്റ്. പല ജേർണലുകളും മേടിക്കുന്ന പൈസ. എനിക്ക് പറഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്ത 5 പേപ്പറുണ്ട്. അതിൽ 2 പേപ്പറിൻ്റെ കോൺഫറൻസ് പേപ്പറുകളാണ്. ബാക്കി 3 പേപ്പറിലും എനിക്ക് പൈസയുടെ ചിലവുണ്ടായിട്ടില്ല. ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കിട്ടിയത്. ഇത് പുതിയ സംരംഭം ആയതുകൊണ്ടാണെന്നുള്ളതാണ്. ഇനി ആരെങ്കിലും ഇതിനോടനുബന്ധമായ വേറെ ഏതെങ്കിലും PhD എടുക്കുന്നവരുണ്ടെങ്കിൽ എൻ്റേതായിരിക്കും ഫസ്റ്റ് റെഫറൽ ജേണൽ. വേറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. സാധാരണ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. കക്കൻകായ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ റോഡ് സൈഡിലൊക്കെ ലാടന്മാർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ ബ്രൗൺ കളർ ഒരു കായ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പച്ചമരുന്ന് കടയിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രീതികൾ. അതിൽ ഏകദേശം കുറേ സാമ്പിൾസ് ഞാൻ അതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ 2 സാമ്പിൾ എന്ന് പറയുന്നതിൽ ഇതിൽ ഹാർഡ്നർ ചേർക്കാത്ത സാധനമാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. കുറച്ചുകൂടെ തിക്നെസ് കുറവാണെങ്കിൽ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും, ഗ്ലാസിനെ മരിനാക്കാൻ പറ്റും. ഇതിനും നല്ല സ്ട്രെങ്ത് ഉണ്ട്, മനസ്സിലായില്ല? അത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിന് അതിൽ ചേർക്കുന്ന മെറ്റീരിയൽസിൻ്റെ ആ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഉണ്ടാവുക ഓരോന്നിൻ്റെയും. ഇതിൽ ചേർക്കുന്ന കാറ്റലിസ്റ്റ് ഉണ്ട്, ഡൈഎത്രീൻ ട്രൈ അമീൻ എന്ന് പറഞ്ഞ സാധനമാണ്. ഒരു കണ്ടന്റ് മാത്രമല്ല, എല്ലാ കണ്ടന്റുകളും കൂടി കഴിഞ്ഞാൽ തന്നെ അതിനൊരു അതെ 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 അത് അസറ്റ് കാറ്റലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ക്യൂറിങ് എബിലിറ്റി കൂട്ടാനാണ് പെട്ടെന്ന്. മറ്റേത് ആണെങ്കിൽ ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ ബൈൻഡിങ്ങിന് വേണ്ടിയാണ്, ബൈൻഡിങ് പ്രോപ്പർട്ടി. ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഒന്ന് കൂടി ഇരിക്കണ്ടേ. ഇപ്പോൾ നമ്മൾ സിമെൻറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കലർന്ന സാധനമാണ് അതിലുള്ളത്, സിമെൻറ്റിലുള്ളത്. അതുകൊണ്ട് മണൽ ചേർത്താൽ പ്രശ്നം തീർന്നു. അതിനുള്ള വല്ല സിമെൻറ്റ് മാത്രമാണെങ്കിലും കലക്കിയാലും പ്രശ്നം തീർന്നു. ഇതൊന്നും ക്യൂർ ചെയ്യാൻ നമുക്ക് അധികം സമയം വേണ്ട.
പക്ഷേ ഇത് പ്രോസസ്സ് നടന്നിട്ട് ക്യൂർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. അതിന് ഞാനിവിടെ ഒരു സെപ്പറേറ്റ് ലാബ് സെറ്റപ്പ് ചെയ്തതാണ്. കൊമേഴ്സ്യലായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് ചിലവ് കൂടുതലുള്ള സാധനമാണ് കൊമേഴ്സ്യലായി ചെയ്യുന്നത്. ഇനി എന്താ പ്ലാൻ? അതാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പല ആൾക്കാരും സമീപിക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 ആൾക്കാർ ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അത് കൊമേഴ്സ്യലായി ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് കുറേ മെഷീൻസും കാര്യങ്ങളും, കുറച്ച് മെഷീൻസ് വേണം. കുറച്ചും കൂടെ നമ്മൾ ഒന്നും കൂടെ സ്റ്റഡി നടത്തണം. അത് കൊമേഴ്സ്യലായിരിക്കുമ്പോൾ ഓരോന്നിൻ്റെ യൂസ് അനുസരിച്ചാണ്. ഇപ്പോൾ ഈ സാധനം തന്നെ ഈ ബോട്ടുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും, ഈ ക്രാഷ് കാർഡുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും, വണ്ടികളുടെ അടിയിൽ വെക്കുന്ന ക്രാഷ് കാർഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇപ്പോഴും ബെൻസ് വണ്ടിയിൽ ഈ ബനാന ഫൈബറിൻ്റെ ക്രാഷ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, മെഴ്സിഡസിൽ. ഞാനത് പോയി കണ്ടു ഇപ്പോൾ കഴിഞ്ഞില്ല യൂറോപ്പ് ട്രിപ്പിൽ. അതിൻ്റെ ഷോറൂമിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു മുതൽക്കൂട്ടാണ്, ഈ വക വിവരങ്ങളല്ല. ഇത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് സക്സസ് ആവും. അതിന് എപ്പോഴും മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രഗിളിങ് നമുക്കുണ്ടാവും. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല, അതിന് കുറേ സമയമെടുക്കും. ആ ഒരു പ്രശ്നം ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കലും ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യം. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഉണ്ടാക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ചിലവാക്കാൻ വിൽക്കാനാണ് പ്രശ്നം. നമ്മളെല്ലാ കാര്യങ്ങളും വിറ്റ് പോകാൻ നമുക്ക് പ്രശ്നമാണ്. അത് ഇതിലും പ്രതീക്ഷിക്കാമെന്നാണ് ഞാനും മനസ്സിൽ കാണുന്നത്. അങ്ങനത്തെ ഒരു സംരംഭമായി കിട്ടാനും മുന്നോട്ട് പോകും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ നടത്തിയ എൻ്റെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളൊക്കെ ടെസ്റ്റ് സ്പെസിഫിക്കാണ് ഇരിക്കുന്നതല്ല. ഇനി നമുക്ക് ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മളിപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈബറുകളൊക്കെ മാനുവലായി ഉണ്ടാക്കിയ ഫൈബറൊക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഇതിൻ്റെ കൂടെ തന്നെ കാണാം. മേക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത് അല്ലേ? മെറ്റീരിയൽസ് ആണ് അതൊക്കെ. മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? അത് വാഴനാര് മനസ്സിലായി. ബാക്കിയുള്ളത് ഇത് വാഴനാര് മെക്കാനിക്കലി എക്സ്ട്രാക്ട് ചെയ്തതാണ്. ഇത് ഒന്നുകൂടെ നല്ല ഫൈബറാണ്. ഇത് മാനുവലായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ സാധാരണ ഒരു കമ്പിൻ്റെ മേലെ വല്ല കത്തി എന്തെങ്കിലും വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അത് കുറച്ച് തിക്നെസ് കൂടുതലാണ്. ഇത് അപ്രോക്സിമേറ്റ് 0.9 mm വരെ തിക്നെസ് ഉണ്ട്. ഞാൻ ഉപയോഗിച്ചുള്ള 0.4 mm ഉള്ളതാണ്. ഇപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ എന്തരാരീതി ഫൈബറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. ഇത് ഞാൻ പ്രോസസ്സ് നടത്തിയിട്ടില്ല. ഇത് പ്രോസസ്സ് നടത്താത്ത സാധനമാണ്. ഇതിനെ പ്രോസസ്സ് നടത്തിയെടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടമായ തരത്തിലുള്ള നല്ല പ്രൊഡക്റ്റുകൾ കിട്ടും. ഇത് അതിനുപയോഗിക്കുന്ന ഒരു അലുമിനിയം സിലിക്കേറ്റ് പൗഡറാണ്. ഇത് സംഭവം കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ അലുമിനിയം സിലിക്കേറ്റ് പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല, ഒരു വെള്ളപ്പൊടിയാണത്. ഫൈൻ, അതായത് 51 ഗ്രേഡാണ് ഉപയോഗിക്കുന്നത് ഞാൻ. 3-4 ടൈപ്പ് ഉണ്ട്. 51 ഗ്രേഡ് ഉണ്ട്, 53 ഗ്രേഡ് ഉണ്ട്. സിമെൻറ്റിനൊക്കെ ഈ ഗ്രേഡ് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇത് കുഴപ്പമില്ല. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫ്ലോബിലിറ്റിക്ക് വേണ്ടി ഞാൻ മാംഗനീസ് സിലിക്കേറ്റ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ചില ഇൻട്രിക്കേറ്റ് ഷേപ്പുകൾ ഉണ്ടാവും. കാരണം ഉള്ളിലേക്ക് പോയിട്ടുള്ള ചെറിയ കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ വണ്ടികളിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കി വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നൊക്കെ ഇല്ലേ, അങ്ങനെ നല്ല സാധനങ്ങളാണെങ്കിൽ അങ്ങനത്തെ ഷേപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോൾഡിൻ്റെ മേലെ ഇങ്ങനെ ഫ്ലോബിലിറ്റി കിട്ടുന്നതിന് വേണ്ടി മാംഗനീസ് സിലിക്കേറ്റ് പൗഡർ ഉപയോഗിക്കും. അത് ഞാൻ അതിൽ ചില സ്ഥലങ്ങളിൽ ചിലത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് റെസിൻ ഉപയോഗിക്കുന്നത്, എപ്പോക്സി റെസിനാണ്. പിന്നെ ഇതിൻ്റെ കാറ്റലിസ്റ്റ് ഇതെല്ലാം ഇവിടെ ഉണ്ട്, ആക്സിലേറ്റർ എല്ലാം ഉണ്ട്. ഇത് കോമ്പാക്റ്റിലിറ്റി വേണ്ടി നമ്മൾ ഈ ഇതിൻ്റെ മേലെ ഇങ്ങനെ അമർത്തി വെക്കുന്ന സാധനമാണ്, അമർത്താൻ വേണ്ടി എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സാധാരണ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സാധാ ഗം ഉപയോഗിക്കും. ഒരു ഗമ്മുണ്ട്, ആ ഗമ്മ് നമ്മൾ ഇതിൻ്റെ മേലെ തേച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കുക. ഇത് അതിൻ്റെ ഡൈ ആണ്, ഇരുമ്പിൻ്റെ ഡൈ. ഒരു വിധത്തിലും വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നല്ല 5 mm തിക്നെസ് ഉള്ള ഇരുമ്പ് കൊണ്ട് തന്നെയാണ് ഇതിന് വേണ്ടി 20 സെൻറ്റിമീറ്റർ ഒരു സ്ക്വയറിൻ്റെ സ്വിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അതിൽ നിന്ന് ഉണ്ടാക്കിയപ്പോഴേക്കും കുറച്ച് ഫെയിലിയറായ സാധനങ്ങളാണിത്. കാരണം നമ്മൾ 5 mm തിക്നെസ് വേണ്ട ടെസ്റ്റിന് അത് നമുക്ക് കിട്ടാതെ വന്നു. ഇത് ശരിക്കും അതേ സാധനം തന്നെയാണ് ഒറിജിനൽ. പക്ഷേ ഇപ്പോഴത് എനിക്ക് അത്ര ക്ലിയർ ആക്കാൻ പറ്റിയില്ല. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേയൊക്കെ ഫെയിലിയർ ഉണ്ടാവും. കുറേ കഴിയുമ്പോഴാണ് നമ്മൾ അത്ര വിദഗ്ധമായി വരുന്നത്, ഇത് അവസാനിക്കുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ്. എല്ലാ സാധനങ്ങളും ബ്രഷ് വേണം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വേണം. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് കുറയുകയും ഇതൊക്കെ അനുപയോഗിക്കുന്ന നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പോഴും ക്യൂർ ആയിട്ടില്ല. അത് ക്യൂർ ആവണമെങ്കിൽ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മിനിമം നമ്മൾ ഹോട്ട് എയർ ഓവനിൽ വെക്കണം. ഇതിപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ വെക്കുകയാണ് 50 ഡിഗ്രി ഒരിക്കലും ഹീറ്റ് ആവുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ക്യൂറായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതാണ് ഈ കാണുന്നത്. ഇത് ബാക്കി വരുന്ന കുറച്ച് സാധനങ്ങൾ ഒഴിച്ചിട്ട് നമുക്കൊരു തിക്നെസ് കണക്കാക്കിയിട്ട് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് 5 mm തിക്നെസ് എങ്കിൽ 5 mm സ്ക്വയർ എടുത്തതിൻ്റെ വോളിയം കണക്കാക്കി ഈ ആക്സിലേറ്ററിൻ്റെ വോളിയം കുറച്ച് ഇപ്പോൾ ഈ
കാറ്റലിസ്റ്റ് ആക്സിലേറ്ററിൻ്റെ ഒക്കെ വോളിയം കുറച്ചിട്ടുള്ള ഒരു റെസിൻ എടുത്തിട്ട് അതിൽ അലുമിനിയം സിലിക്കേറ്റ് പൗഡറൊക്കെ അതിൻ്റെ വോളിയം കണക്കാക്കി അതൊക്കെ മൈനസ് ചെയ്തുള്ള റെസിനാണ് എടുക്കുക. എന്നിട്ട് അതിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഓരോ സമയത്ത് അതിൻ്റെ പ്രോസസ് അനുസരിച്ച് ഒഴിച്ചാൽ മാത്രമേ നമുക്ക് തിക്നെസ് പ്രോപ്പറായി കിട്ടൂ. ഇതിൻ്റെ മേലെ കട്ടിങ് വളരെ നടക്കും, ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ടെസ്റ്റിംഗ് പീസുകൾ. പക്ഷെങ്കിൽ ഈ തിക്നെസ് നമുക്ക് സർഫേസ് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണ്. കാരണം ഇത് കുറച്ച് ഒട്ടുന്ന ടൈപ്പാണ്. ഇതിപ്പോഴും അതിൻ്റെ ആ ഒരു ചെറിയൊരു ഇത് ഇവിടെ കാണാം. മാഡത്തിന് ഇത് ടച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ മാർക്കറ്റിലുള്ള നല്ല നല്ല പ്രൊഡക്റ്റുകൾ നല്ല ഭംഗിയിൽ ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ആക്കിയെടുക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ഇൻഡസ്ട്രിയൽ വർക്ക് ആവശ്യമാണ്. പിന്നെ കുറച്ച് എക്സ്പേർട്സും ഇതിൻ്റെ വേണം. എക്സ്പേർട്ട് ഇല്ലാതെ നമുക്കൊരു പ്രൊഡക്റ്റുകളും മര്യാദയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നല്ല പ്രൊഡക്റ്റുകൾ ഭംഗിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എക്സ്പേർട്ടുകൾ വേണം, കുറച്ച് ടെക്നോളജിയും വേണം. ടെക്നോളജി ഇല്ലാതെ ഇതൊന്നും മുന്നോട്ട് പോകില്ല. അതിൽ ടെക്നോളജിയുടെ ചെറിയൊരു ഭാഗം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രൊഡക്റ്റായി മാറിയത്. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റാണ് എന്നെ PhDക്ക് സത്യം പറഞ്ഞ് അനുയോജ്യമാക്കിയത്. അപ്പോൾ ഉണ്ണിയേട്ടാ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടു, അതെങ്ങനെയാണ് മേക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, വളരെയധികം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. 8 വർഷം, അതെ, 8 വർഷത്തെ ഒരു റിസർച്ചും അതിൻ്റെ ഒരു സന്തോഷം കൂടെ തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലേ? എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ കാണിച്ചു കൊടുക്കാം? ഇതൊക്കെ ഈ ടൈപ്പിലുള്ള കുറേ സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വാഴ, ഇത് വാഴനാര് എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇതാണ് നമ്മൾ വാഴനാരായിട്ട് എടുക്കുന്നത്, ബനാന ഫൈബർ. ഇത് സാധാരണ വാഴനാര് നമുക്ക് നമ്മളെ മുടിനാര് പോലെ നമുക്ക് എടുക്കാൻ പറ്റും. വേറൊരു മരത്തിൻ്റെ ഇതിനെ വെച്ച് ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു പീസ് വെച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലഷ് മുഴുവൻ നീക്കം ചെയ്യപ്പെടും. പിന്നെ അത് വാഷ് ചെയ്തിട്ട് കുറച്ച് ഏതെങ്കിലും സോഡിയം ക്ലോറൈഡ് പോലുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ലാനിയിലിട്ട് കുറച്ച് നേരം വെച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തി ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. പിന്നെ അത് ഗ്രേഡിംഗ് ആണ്. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ തിക്നെസ്സുള്ള സാധനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ ഉപയോഗിച്ചിരുന്നത് 0.4 mm തിക്നെസ് ഉള്ളതാണ്. മൈക്രോമീറ്ററുമായിട്ട് ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഇതാണ് എടുത്തിരിക്കുന്നത്, ബാക്കി ഞാൻ ഒഴിവാക്കി. എന്നിട്ട് ഇതിനെ ഞാൻ സാധാരണ ഓർഡിനറി ഗമ്മ് ഉപയോഗിച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഈ ഇത് നടക്കുമ്പോൾ അതിന് മീതെ റെസിനിൽ പതിപ്പിച്ച് വെക്കണം ഉള്ളിൽ. അങ്ങനെ പതിപ്പിച്ച് വെച്ചുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ അതിൽ പെട്ടതാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബ്രൗൺ കളറുള്ള സാധനം എന്താ രീതി ഫൈബറും, വെള്ള കളറുള്ളത് ബനാന ഫൈബറാണ്. ഇപ്പോൾ 2 ഫൈബർ ഇതിലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ സാധനമാണെങ്കിൽ ഇതിന് ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് നടത്തിയെടുത്തുള്ള സാധനമാണ് ഇത് യന്ത്രരീതി ഫൈബർ. ഈ യന്ത്രരീതി ഫൈബറിൽ ഇതിൻ്റെ ഒരു സ്പൈഡർ നെറ്റ്വർക്ക് പോലെയാണ്, ഇതിൻ്റെ മാതിരിയല്ല. ഇത് ഓർഡിനറി ഇതിൽ ഒന്നും തെച്ചിട്ടില്ല, നേരിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും. ഇതിന് ഇഷ്ടമുള്ള തിക്നെസ്സിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഏത് പ്രൊഡക്റ്റിൻ്റെ ഉപയോഗമാണോ അതനുസരിച്ച് ഇതിനെ മാറ്റി സ്ട്രെങ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഡീഗ്രേഡേഷൻ തന്നെയാണ്. എന്നാൽ എൻവിറോൺമെൻ്റൽ ഇഷ്യൂസ് റെഡ്യൂസ് ചെയ്യാൻ കുറക്കാൻ പറ്റും എന്നുള്ളതാണ്, അതിൻ്റെ സൊല്യൂഷൻ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഫൈബർ ഉപയോഗിച്ചുള്ള ഗുണം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പെട്ടെന്ന് ഭൂമിയിൽ ലയിച്ചു ചേരും. അതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട്, അതാണ് ഇതിൽ ഏറ്റവും ഒരു അട്രാക്റ്റീവായ സംഭവം. അപ്പോൾ എന്തായാലും ഉണ്ണിയേട്ടൻ്റെ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തം നമ്മുടെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഇതുപോലെയുള്ള ഈ കണ്ടുപിടുത്തങ്ങളായിട്ട് ഇനിയും വരട്ടെ. നമ്മുടെ പ്രേക്ഷകരോട് ഉദ്ദേശമുണ്ട്, മനസ്സിൽ പലതുണ്ട്. അത് ഉരുതിരിഞ്ഞ് വരാൻ കുറച്ചും കൂടി സമയം എടുക്കും. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് വരുന്നത്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വേറൊന്ന് ചെയ്യാൻ നമുക്ക് രണ്ടാമത് എനിക്കൊരു പണി കൂടെ എടുക്കേണ്ടി വന്നു. കാരണം ഇതിൻ്റെ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ പ്രൊഫസർ വീണ്ടും ഹാർഡ്നെസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടി വന്നു. സെയിം സാധനം തന്നെ, പക്ഷേ ഇതിന് നമുക്ക് സമയമെടുത്തു. കാരണം അതിന് അനുയോജ്യമായ ഹാർഡ്നെസ് ടെസ്റ്റിന് അനുയോജ്യമായ സ്പെസിമെൻ ഉണ്ടാക്കണം. 1 സെൻറ്റിമീറ്റർ പോലെ തിക്നെസ് വേണ്ട, 1 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് കിട്ടുന്നത്. 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനെ പ്രോസസ് ചെയ്തെടുക്കാൻ നമുക്ക് പിന്നെയും സമയമെടുക്കും. ഇതിന് നമുക്ക് വേറെയും സ്വന്തമായിട്ട് കുറച്ച് ചിലവുകളൊക്കെ വന്നിട്ടുണ്ട്. വെച്ചാൽ മെറ്റീരിയൽ, ഗ്രൈൻഡിങ് വീല്, അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. വെറുതെ നമ്മൾ ചെയ്തിട്ടൊരു തീസിസ് മാത്രം സബ്മിറ്റ് ചെയ്ത പോലെ നമുക്ക് പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർക്കറിഞ്ഞില്ലെങ്കിൽ അവർക്ക് അറിയുന്ന രൂപത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെയാണ് നമുക്ക് ഇത്രയും സമയം എടുത്തത്. അല്ലെങ്കിൽ ഇത്രയും സമയം നമുക്ക് കിട്ടിയില്ലായിരുന്നു.
എന്തായാലും ഈ റിട്ടയർമെന്റ് കാലയളവ് വളരെയധികം സന്തോഷമായിട്ട് ഇങ്ങനെയുള്ള കണ്ടുപിടുത്തം റിട്ടയർമെന്റ് മുന്നേ തുടങ്ങിയതാണ്, 3 വർഷത്തിനുള്ളിൽ തീർക്കേണ്ടതാണ്. ഞാൻ ആദ്യത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ 2019 അവസാനിച്ചു. ഞാൻ 2020 ഞാൻ മാർച്ചിൽ റിട്ടയർ ആയത്. തൃശ്ശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് MTA പോളിടെക്നിക് പ്രിൻസിപ്പളായിട്ട്. ഫാമിലിയൊക്കെ എങ്ങനെയാ? ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ് എന്നെ നല്ല ശരിക്കും സഹായിച്ചത്. വൈഫ് കുറച്ച് കമ്പ്യൂട്ടർ നോളജ്, MA ഇംഗ്ലീഷ് BEd ഒക്കെയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളാണ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ കുറച്ചൊക്കെ ചെക്ക് ചെയ്ത് തരും. പിന്നെ മക്കൾ 2 പേരും കമ്പ്യൂട്ടറിൽ കുറച്ചുകൂടെ എക്സ്പെർട്ടാണ്. മകൻ MTech മറൈൻ എഞ്ചിനീയറാണ്. ഇപ്പോൾ മറൈൻ എഞ്ചിനീയറായിട്ട് കോയമ്പത്തൂർ ഒരു ബോംബെ ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മോള് സിവിൽ എഞ്ചിനീയറാണ്. ഇപ്പോൾ മംഗലാപുരത്ത് ഹസ്ബൻഡ് കൂടെ അവരവിടെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. സണ്ണിലും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെന്നെ കമ്പ്യൂട്ടറിലൊക്കെ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. കാരണം എന്ത് ചെയ്യണമെന്നുണ്ട്, ഇപ്പോൾ മകനെ കാത്തിരിക്കുക വേറൊരു ആവശ്യത്തിന്, അവൻ ഇന്ന് വരും. ഇന്ന് വന്ന് ഒരു 2-3 മണിക്കൂർ അവന് എനിക്ക് കിട്ടണം, എന്നെങ്കിലും എൻ്റെ കുറേ കമ്പ്യൂട്ടർ നോളജുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് സംശയം പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു തരും ഇന്നാണെന്നുള്ളത്. എവിടെ ആണെങ്കിലും കണ്ണ് അത് കുറേ നേരം സംസാരിച്ചാൽ അങ്ങനെ അതിൻ്റെ പ്രത്യേകത. ഈ ക്ലാസ് എടുക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. കുറേ നേരം അല്ല 1.5 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുക്കും. 1.25 മണിക്കൂർ. ഞങ്ങൾ 55 പീരീഡാണ്, 55 മിനിറ്റാണ് ഞങ്ങളുടെ സമയം. അത്രയും സമയം നമുക്ക് 2 മണി ക്ലാസ് എടുക്കുമ്പോൾ കുറേ കഴിഞ്ഞാൽ കുറേ തമാശയൊക്കെ പറയും. അപ്പോൾ അത്ര ഉണ്ടാവില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലെക്ചറിങ് ക്ലാസ് ആയിട്ട് മാത്രമുണ്ട്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് അത് ലെക്ചറിങ് മാത്രം, വേറൊന്നും എഴുതാനും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോഴൊക്കെ ഇതേമാതിരിയാണ്, സമയം കുറേ എടുക്കും നമ്മൾ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും ഉണ്ണിയേട്ടൻ്റെ കൂടെ കുറേ നേരം സംസാരിക്കാൻ പറ്റി. അപ്പോൾ വാഴനാരിൽ മാത്രമല്ല യന്ത്രരീതി ഫൈബർ ഇതിലൊക്കെ ഒരു ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തിയെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടോക്ക് വിത്ത് ടാലൻസിൽ പ്രേക്ഷകർക്ക് അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ കിട്ടിയത്. എന്തായാലും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.